പരീക്ഷണാർത്ഥമാണ് മനുഷ്യനെ അല്ലാഹു തആല ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്. മനുഷ്യപിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ ശത്രുവായ ഇബ്ലീസിനെയും അല്ലാഹു തആല പറഞ്ഞയച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല അപ്പോൾ പറഞ്ഞു, ഇബ്ലീസ് നിന്റെയും നിന്റെ സന്താനങ്ങളുടെയും വളരെ വ്യക്തമായ ശത്രുവാണ്. ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള ആയുസ് ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങി. നിന്റെ അടിയാറുകളെ പിഴപ്പിക്കുവാനുള്ള ശക്തിയും പവറും അതിനുള്ള ഹീലത്തും എനിക്ക് നൽകണമെന്ന് അല്ലാഹുവിനോട് ഇബ്ലീസ് ചോദിച്ചു വാങ്ങി. അല്ലാഹു തആല അതെല്ലാം നൽകി. ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല എന്റെ ഹിദായത്തിന്റെ വഴി, നേർമാർഗം, ശരിയായ ദിശ അത് മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ചു. ശരിയായ മുഖ്ലിസായിക്കൊണ്ട് അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് വഴിപ്പെട്ട് ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ എന്റെ അടിമകളെ പിഴപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഇബ്ലീസിനോട് അല്ലാഹു തആല അറിയിച്ചു. അപ്പൊ പരീക്ഷണത്തിന് വേണ്ടി മനുഷ്യപിതാവിനെ ഈ ഭൂലോകത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ എന്തുമായിട്ടാണ് ഇവിടെ പരീക്ഷ നടത്തേണ്ടത്, എന്താണ് ഇവിടെ സംഭവിക്കുക, ആരാണ് ശത്രുവായി ഉണ്ടാവുക, ആരോടാണ് പോരാട്ടം നടത്തുക, ഇത് അല്ലാഹു തആല അന്ന് തന്നെ നിർണയിച്ച് നിശ്ചയിച്ചിട്ട് ഇബ്ലീസ് എന്ന മനുഷ്യന്റെ ശത്രുവിനെയും ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടാണ് മനുഷ്യന്റെ ഉൽപ്പത്തി, മനുഷ്യന്റെ തുടക്കം തന്നെ ഈ ലോകത്തുണ്ടാകുന്നത്. ആദം നബിയുടെ മക്കളാണ്, സന്താനങ്ങളാണ് നമ്മളൊക്കെ. ഇബ്ലീസ് നമ്മളുടെ ഇടത്തും വലത്തും മുന്നിലും പിന്നിലും നമ്മളെ പിഴപ്പിക്കുവാൻ വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുന്നു. ഇബ്ലീസ് ശത്രുവാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു വിശ്വാസിയും ചിന്തിക്കുന്നില്ല ഇബ്ലീസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്ന് ഒരു വിശ്വാസിക്കും ധാരണയില്ല. മറിച്ച് ഈ മനുഷ്യന്റെ ശത്രുവാണ് ഇബ്ലീസ് എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നിട്ടും പരീക്ഷണത്തിന് വേണ്ടി വന്ന പരീക്ഷണത്തിന്റെ ലോകമായ ഈ ലോകത്ത് ആരെക്കൊണ്ടാണോ പരീക്ഷിക്കപ്പെടുന്നത്, എന്തുകൊണ്ടാണോ പരീക്ഷിക്കപ്പെടുന്നത്, ആ ശത്രുവിനെ വളരെ വ്യക്തമായും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടും ആ ശത്രുവുമായി യോജിച്ചു നിൽക്കുന്ന നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, അന്നാസു യഖൂലൂന സലാസത അഖ്വാലിൻ, മനുഷ്യന്മാർ 3 വാക്കുകൾ പറയും. വഖദ് ഖാലഫുഹാ ഫി അഅമാലിഹിം, ആ പറയുന്ന 3 വാക്കിനോട് എതിർ പ്രവർത്തിക്കുന്നവരാണ് മനുഷ്യർ. യഖൂലൂന നഹ്നു അബീദുല്ലാഹ്, മനുഷ്യർ പറയുന്നു ഞങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്. അല്ലാഹുവിന്റെ അടിമകളാണ് എന്ന് നമ്മളെല്ലാവരും പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നമുക്കൊരു യജമാനനുണ്ട്, ആ യജമാനന്റെ അടിമകളാണ് നമ്മൾ എന്ന് വെച്ചാൽ യജമാനൻ നമ്മളോട് എന്തെല്ലാം കൽപ്പിക്കുന്നുണ്ടോ അത് മുഴുവനും ഏറ്റെടുത്ത് നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ്, ആ നിലക്കുള്ള അടിമകളാണ് നമ്മൾ എന്നതാണ് നമ്മളുടെ വിശ്വാസം. പക്ഷേ വഹും യഅമലൂന അമലൽ അഹ്റാർ, എനിക്കൊരു യജമാനനില്ല, ഞാനൊരു സ്വതന്ത്രനാണ്, ഞാനൊരു അടിമയല്ല എന്ന നിലക്കാണ് അവന്റെ ജീവിതം. നമ്മൾ ആലോചിച്ചു നോക്കൂ, ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു വാചകം എത്ര കണ്ട് ശരിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. യജമാനനായ റബ്ബ് നമുക്കുണ്ട്, അവൻ നമ്മളുടെ യജമാനനാണെങ്കിൽ അവന്റെ അടിമകളാണ് നമ്മൾ. ആ ബോധത്തോടെ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നു, വയഖൂലൂന ഇന്നല്ലാഹ കഫീലുൻ ബിഅർസാഖിനാ, നമ്മളുടെ റിസ്കിന്റെ കാര്യം നമ്മൾ നോക്കേണ്ടതില്ല, നമ്മൾ മറ്റൊന്നിലേക്കെങ്കിലും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, നമ്മളുടെ റിസ്കിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നവനാണ് മനുഷ്യൻ. ശരിയല്ലേ? നമ്മളുടെ റിസ്കിന്റെ കാര്യം അത് അല്ലാഹു നോക്കിക്കോളൂ എന്ന് നമ്മൾ ഒരു ദിവസം എത്ര തവണ പറയും? ആ നിലക്ക് പറയുന്ന നമ്മൾ പക്ഷേ വലാ തുത്മഇന്നു ഖുലൂബുഹും ഇല്ലാ ബിദ്ദുനിയാ വജമിഉ താമിഹാ, നമ്മളുടെ അവസ്ഥ എന്താ? നമുക്കൊരു സമാധാനവും ഇല്ല.
നമ്മളുടെ കൽബിൽ മുഴുവനും ദുനിയാവിൽ എങ്ങനെ സമ്പത്തുണ്ടാക്കും, നാളെന്ത് ചെയ്യും, നാളെക്കെന്ത് ചെയ്യും, നാളെന്താ നമ്മൾ, നാളെങ്ങനെയാ ജീവിക്കുക എന്ന നാളത്തെ ചിന്തയും ദുനിയാവും ദുനിയാവിന്റെ ആഡംബരങ്ങളും വാരിക്കൂട്ടാനുള്ള ധൃതിയിലുമാണ് മനുഷ്യൻ. അവൻ പറയുന്നതോ എന്റെ റിസ്കിന്റെ കാര്യം അല്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട്, എന്നിട്ട് ആ റിസ്കിന് വേണ്ടി വെപ്രാളപ്പെട്ട് നട്ടോട്ടം ഓടുന്ന അവസ്ഥയാണ് മനുഷ്യന്റേത്. വഹദാ ഖിലാഫു ഖൗലിഹിം, അവൻ പറഞ്ഞതിനെതിരാണ് അവൻ ഈ പ്രവർത്തിക്കുന്നത്. വയഖൂലൂന ലാ ബുദ്ദ ലനാ മിനൽ മൗത്ത്, മരിക്കാതെ നമുക്ക് നിവൃത്തിയില്ല, മരണം കൂടാതെ പറ്റില്ല എന്ന് മനുഷ്യൻ പറയും. വഹും യഅമലൂന അഅമാല മൻ ലാ യമൂതു, മരിക്കാതെ എന്നൊന്നും ജീവിക്കുന്നവന്റെ അവസ്ഥയാണ് അവന്റെ പ്രവൃത്തിയിൽ കാണുന്നത്. മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന് നമ്മൾ എല്ലാവരും പറയും. മരണം കൂടാതെ പറ്റില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മളുടെ ജീവിതത്തിന്, നമ്മളുടെ പ്രവർത്തന രീതി എങ്ങനെയാണ്? എന്നൊന്നും ഇവിടെ ജീവിക്കുന്ന ആളുകളെ പോലെ കൊട്ടാരങ്ങളും സൗധങ്ങളും കെട്ടിക്കൊണ്ട് അതൊക്കെ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ്, സമ്പത്തുണ്ടാക്കുന്ന തിരക്കിലാണ്, ദുനിയാവിന് വേണ്ടി നട്ടോട്ടം ഓടുന്നതിന്റെ തിരക്കിലാണ്. എന്നും ഇവിടെ ജീവിക്കും എന്ന ചിന്തയിലാണ്, എന്ന അവസ്ഥയിലാണ്, ആ നിലക്കുള്ള പ്രവൃത്തിയിലാണ് മനുഷ്യൻ ഉള്ളത് എന്ന് മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നു. നിങ്ങൾ നോക്കൂ, ലമ്മാ ബഅസല്ലാഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതത് ഇബ്ലീസ ജുനൂദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകരായി അല്ലാഹു തആല നിയുക്തരാക്കിയപ്പോൾ ഇബ്ലീസിന്റെ സന്തതികള്, പട്ടാളക്കാര്, അവർ ആ ഇബ്ലീസിന്റെ സന്തതികള് ഇബ്ലീസിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഖദ് ബുഇസ നബിയ്യുൻ വഅഖ്റജതു ഉമ്മത്തുൻ, ഒരു നബിയെയും ആ നബിന്റെ സമുദായത്തിനെയും അല്ലാഹു തആല യാത്രയാക്കിയിരിക്കുന്നു. അപ്പൊ ഇബ്ലീസ് ചോദിച്ചു, യുഹിബ്ബൂന ദുനിയ, ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന നബിയുടെ ഉമ്മത്തുകൾ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവരാണോ? ഖാലു, അപ്പൊ ഇബ്ലീസിന്റെ മക്കൾ പറഞ്ഞു, നഅം, അതെ. അപ്പൊ കാല ഇബ്ലീസ് പറയാണ്, ലഇൻ കാനൂ യുഹിബ്ബൂന ദുനിയ മാ ഉബാലി അല്ലാ യഅബുദു ഔസാൻ, അവർ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർ വിഗ്രഹപൂജകൾ നടത്തേണ്ടതില്ല, വസനുകളെ, വിഗ്രഹങ്ങളെ പൂജിക്കേണ്ട ആവശ്യമില്ല. അവർ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എനിക്കത് പതിവിനെ പേടിക്കേണ്ടതില്ല. വഇന്നമാ അഗ്ദു അലൈഹിം വറൂഹു ബിസലാഹ്, അവർ പിൽക്കാലത്ത് ജീവിക്കുന്നത് അവർക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ 3 കാര്യങ്ങൾ അവരിൽ ഉണ്ടാകും, അത് എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് പറയുന്നു, അഖ്ദുൽ മാലി മിൻ ഗൈരി ഹഖ്ഖിഹി, ഹഖിൽ നിന്നല്ലാതെ ഹറാമായ സമ്പത്ത് അവൻ പിടിക്കും, മനുഷ്യൻ ഉണ്ടാക്കും. വഇൻഫാഖുഹു ഫി ഗൈരി ഹഖ്ഖിഹി, ശരിയായ അല്ലാഹു തആല അനുവദിച്ച കാര്യത്തിലല്ലാതെ അവൻ സമ്പത്ത് ചെലവഴിക്കും. വഇംസാഖുഹു അൻ ഹഖ്ഖിഹി, ചെലവഴിക്കേണ്ട സ്ഥലത്ത് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുകയും ചെയ്യും. വശർറു കുല്ലുഹു, ഈ 3 കാര്യങ്ങളാണ്, അതിലാണ് സകല ശർറും. മിൻഹാദാ നബ, ഇതിൽ നിന്നാണ് സകല, ഈ ഉറവിടത്തിൽ നിന്നാണ് സകല ശർറുകളും ഉണ്ടാകുന്നത് എന്ന് ഇബ്ലീസിന്റെ സന്തതികളോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയാക്കി അല്ലാഹു തആല പറഞ്ഞയച്ചപ്പോൾ പറഞ്ഞു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്.